ചെയർമാനാണോ? ചെയർപേഴ്സൺ സമ്മർക്കാണ്. ഏപ്രിൽ 15 മുതൽ ഏപ്രിൽ 15 മുതൽ മെയ് 15. ഏപ്രിൽ 15 ഒരു മാസം. ഒരു മാസം ഏമ മേഡം ഓർഗനൈസ് ചെയ്തത് ആഷിഷിന്റെ ഞങ്ങളെല്ലാവരും ഞാൻ 5 ദിവസം ഉണ്ടാവില്ല, ബാക്കി ദിവസം ഉണ്ടാവാൻ കുഴപ്പമില്ല മാഡം. ഓക്കെ, അപ്പം മാഡം ചെയർപേഴ്സൺ ഏപ്രിൽ 15 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ചെറിയൊരു ബ്രീഫ് ആഷിഷിന് പറയാം. ആക്ച്വലി ഇത് വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. കഴിഞ്ഞ കൊല്ലത്തെ അതേ ഇതിൽ മോഡൽ ചെയ്ത് പോയാൽ മതി. സാർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പബ്ലിക് സ്പീക്കിംഗ്, ചെസ്, ബാഡ്മിൻ്റൺ, ഡാൻസ്, മാർഷൽ ആർട്സ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ ചില ദിവസങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് ചില പ്രോഗ്രാംസ് വെക്കാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട്. ഒന്ന് കഴിഞ്ഞ കൊല്ലം പോലെ ഒരു സ്കൈ വാച്ചിങ് ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇക്കൊല്ലം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്വിസിംഗ് അസോസിയേഷൻ്റെ ഒരു മലപ്പുറം ചാപ്റ്റർ തുടങ്ങുന്ന ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഈ ക്യാമ്പ് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ പരിപാടികൾ എന്തായാലും ഉണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ പോലത്തെ പോലെ രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി 1 മണിക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് വോളണ്ടിയേഴ്സിന് ഒരു കുറവുണ്ടായിരുന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്നെങ്കിൽ ഇടയ്ക്ക് ഒന്ന് IMA ഹാളിൽ പകരം വന്നാൽ നല്ലതായിരിക്കും. അതും കൂടി ഒരു റിക്വസ്റ്റ്. ഏറ്റവും കൂടുതൽ തിരക്കുന്നവരൊന്നും ഇടയ്ക്ക് വരണം. താങ്ക് യു. നമ്മുടെ കുട്ടികളുടെ പരിപാടിയാണ്. അപ്പൊ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യണം അവര്. പിന്നെ ട്രഷറർ നമ്മുടെ സുജിത്ത് തന്നെയാണ്. ഏത് പ്രോഗ്രാമിന്റെയും ട്രഷറർ സുജിത്ത് തന്നെയാണ്. സുജിത്തില്ലല്ലോ. 2 SWC മീറ്റിംഗ് ഓഗസ്റ്റ് 18. അപ്പൊ അത് നമ്മുടെ IMAക്ക് പൈസ ചെലവില്ലാതെ അത് നടത്താനുള്ള ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കമ്പനി സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ്ലി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ ചെലവൊന്നും ഉണ്ടാവില്ല. അതിന് കമ്മിറ്റി തന്നെ ഉണ്ടാക്കണം. അങ്ങനെയാണ് SWC ഒരു കമ്മിറ്റി. അതിനടുത്ത് ഒരു മാസം മുമ്പ് നമുക്ക് കമ്മിറ്റി ഉണ്ടാകും അല്ലേ. ബാക്കി സ്പോൺസറിനെ എന്തായാലും കണ്ടെത്തിയിട്ടുണ്ട്. സ്പോൺസറോട് സംസാരിച്ചു. അപ്പൊ അവര് ഫുള്ളി എല്ലാം A to Z അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആകെ ചെയ്യാൻ അവർക്ക് വേണ്ടത് അവരുടെ ബോർഡെല്ലാം അവർക്ക് വെക്കണം. അങ്ങനത്തെ സ്പോൺസർഷിപ്പ് മോഡൽ ഇവിടെ തന്നെ വെന്യൂ തന്നെ. അഡ്വർടൈസ്മെന്റുകൾ സമ്മതിക്കാറില്ല. എങ്കിൽ പുറത്ത് വെച്ചിരിക്കണം. അതുപോലെ കസേരയിൽ അവരുടെ പേര് കുഴപ്പമില്ല. പിന്നെ പ്രോബ്ലംസ് ഓഫ് യങ് ഡോക്ടേഴ്സ്. നമ്മുടെ പ്രസിഡന്റ് ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത് നമ്മുടെ യങ് ഡോക്ടേഴ്സിന്റെ കാര്യത്തിലാണ്. അപ്പം യങ് ഡോക്ടേഴ്സിന്റെ പ്രോബ്ലംസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഡോക്ടർ ഷമീലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ GBയിലും ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മളത് മുകളിലേക്ക് അറിയിക്കും. ഹൗസ് നമ്മൾ സ്റ്റൈപ്പൻഡിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അവർക്ക് ഫുൾ എമൗണ്ട് ഗവൺമെൻറ് എന്താ വരുന്നില്ല. ക്ലിയർ അല്ലേ? സ്റ്റൈപ്പൻഡ് ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഡ്യൂട്ടി അവേഴ്സാണ് PGs എന്ന് പറയുന്നത്. അപ്പോൾ PGസിന് കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ ആണ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അതെങ്ങനെ കുറക്കാമെന്നുള്ളത് കൂടെ നോക്കേണ്ടി വരും. അതായത് എല്ലാ ഹോസ്പിറ്റലിലും നമ്മൾ ഗവൺമെൻറ് സെർവാണെങ്കിലും എല്ലായിടത്തും PGസിന് അത്യാവശ്യം വർക്ക് ലോഡ് ഉണ്ട്. PGസിനല്ല, ഈവൻ യങ്ങായിട്ട് ജൂനിയർ ഡോക്ടേഴ്സിന് എല്ലാവർക്കും വർക്കിംഗ് അവേഴ്സ് കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് പല ഹോസ്പിറ്റലിലും. എല്ലാ ഹോസ്പിറ്റലിലല്ല, പല ഹോസ്പിറ്റലിലും ഉണ്ട്. അതുപോലെ GPക്കാർ ജസ്റ്റ് അവരെയുള്ള ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അവർക്ക് 12 hours അല്ലെങ്കിൽ 24 hours
വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എമൗണ്ട് അവർക്ക് പെയ്ഡായിട്ട് കിട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ GP ചെയ്യുന്ന ആർക്കും അത്ര എമൗണ്ട് വരുന്നില്ല. അതായത് അവർക്കൊരു 70,000 സാലറി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അത്രയും ലൈഫിലൊരു മോർണിംഗ് അവേഴ്സ് കംപ്ലീറ്റ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് 12 hours വർക്ക് ചെയ്ത് അവർക്കൊരു റിലാക്സേഷൻ സമയം ഒന്നുമില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടി കാര്യങ്ങളും കൂടി പരിഗണിക്കണം. ഞാൻ പുറമേ കണ്ടിട്ടുള്ള നമ്മളിപ്പം IMA നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ആ ഗ്രൗണ്ട് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ ഇപ്പം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കോളേജ് അതോറിറ്റീസിനെ അറിയിക്കാം. അതിന് എപ്പോഴും IMA നിങ്ങളുടെ സപ്പോർട്ടിൽ ഉണ്ടാവും. ഈവൻ PGC ഇഷ്യൂസും ഹൗസ് ഇഷ്യൂസും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലാതെ മെഡിക്കൽ കോളേജുകളിൽ ഉന്നയിക്കാവുന്ന ഒരു വേദിയും ഫോറം ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കാം. അത് ചെയ്തു തരാം. പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കാനായിട്ട് നമ്മൾ TOT പ്രോഗ്രാം നടത്തുന്നുണ്ട്. നമ്മുടെ ബ്രാഞ്ചിൽ തന്നെ ആളുകൾ വിളിച്ചു കൊണ്ടുപോയിട്ട് പ്രോഗ്രാംസ് നടത്തിയിട്ട് പുതിയ മേഖലകൾ ഡോക്ടർമാർക്ക് ഡോക്ടറായിട്ട് തന്നെ ജോലി ചെയ്യണമെന്നില്ല. അവർ എന്റർപ്രണർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും കൊണ്ടുപോകുന്ന പ്രോഗ്രാമും ഇപ്പം IMA സ്റ്റേറ്റ് കമ്മിറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഡ്യൂ കോഴ്സ് അറിയിക്കുന്നതാണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് നമ്മൾ ഇവിടുന്ന് ഒരു മെമ്മോറാണ്ടം റെസൊല്യൂഷൻ പോലെ നമുക്ക് നമ്മുടെ സ്റ്റേറ്റിനെ അറിയിക്കാം. ഇങ്ങനെ നമ്മുടെ JDA ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാം. അങ്ങനെ നോക്കട്ടെ. അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും IMA പെരിന്തൽമണ്ണ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കൂടുതൽ മെമ്പേഴ്സിന് നമ്മുടെ ഈ ഇതുപോലെയുള്ള ജീവികൾക്ക് കൂടുതൽ മെമ്പേഴ്സിന് കൊണ്ടുവരാൻ കൂടി ശ്രമിക്കണം. അതുപോലെ ഡോക്ടേഴ്സിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഡോക്ടേഴ്സിന് പൊതുവെ ഒരു ജനറൽ പ്രാക്ടീസ് കുറച്ചും കൂടെ ഒരു നന്നാക്കി വരണമെന്നുണ്ട്. അതായത് കുറേ മിസ്റ്റേക്സ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ്. GP ചെയ്യുന്ന ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. അവർക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുക്കും. എസ്പെഷ്യലി ഇപ്പോൾ ഒരു വിൻഡോ പീരീഡ് റെക്കഗ്നൈസ് ചെയ്യുന്നതും അതുപോലെ ഒരു MA റെക്കഗ്നൈസ് ചെയ്യുന്നതും എന്തൊക്കെ റിസോഴ്സസ് ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ ബാക്കി ആ ഹോസ്പിറ്റലിൽ ഒരു പ്രോപ്പർ മെഷീൻ ഉണ്ടെന്ന് വെച്ചിട്ട് അവിടുന്ന് അത് ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന് പേഷ്യൻറ്റിൻ്റെ ഒരു സർവൈവലിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവർക്കൊരു ട്രെയിനിങ് പോലെ നമുക്കൊരു മന്ത്ലി വൺസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ബേസിക് കാര്യങ്ങൾ ജസ്റ്റ് ഒരു സ്വിച്ചറിങ് സ്കിൽസ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എയർവേ മിനിമം സെക്യൂർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എല്ലാ മന്തിലും ഒരു പ്രോഗ്രാം പോലെ ഇവിടെ നടത്തണം. എല്ലാ മാസവും നമ്മൾ GB-യിൽ CB പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ GB-യിൽ അവരെല്ലാം അറ്റൻഡ് ചെയ്യാൻ പറയുക. എന്നിട്ട് അവരുടെ സജഷൻ അനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും പുതിയ പ്രോഗ്രാംസ് കൊണ്ടുവരാം. അപ്ഡേറ്റ്സിനേക്കാളും അവർക്ക് വേണ്ടത് കുറച്ച് ബേസിക് സ്കിൽസ് ആണ്. ഇപ്പോൾ ഒരു BLS പറഞ്ഞതുപോലെ ജസ്റ്റ് കാര്യങ്ങൾ അവർ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടേഴ്സ് എന്തായാലും പോകും. അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം എല്ലാവർക്കും എങ്ങനെയാണ് ജസ്റ്റ് ബേസിക് ഇൻവെസ്റ്റ് ചെയ്യുക, ഒരു കാര്യഗ്രസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുക, അങ്ങനത്തെ കുറച്ചൊരു അറിഞ്ഞാൽ വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് വെച്ചിട്ട് നമുക്കൊരു CME പോലെ നടത്തുന്ന ഏപ്രിൽ ലാസ്റ്റ് സൺഡേ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ക്ലാസ് വെക്കും. അന്ന് മാക്സിമം ജൂനിയർ ഡോക്ടേഴ്സിനെ കൊണ്ടുവരും. ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യന്റ്, ഹൗ ടു ബ്രേക്ക് ബാഡ് ന്യൂസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊന്നും പഠിപ്പിക്കും. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിന് മാക്സിമം ജൂനിയർ ഡോക്ടേഴ്സിനെ കൊണ്ടുവരും. കാര്യം അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള. സീനിയേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറേയൊക്കെ അറിയാം. കാര്യം അറ്റ്ലീസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നമ്മളൊക്കെ കുറേ പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഏപ്രിൽ ലാസ്റ്റ് സൺഡേ നമ്മൾ വെക്കാൻ പോകുന്നത്. ആ പ്രോഗ്രാമിന് മാക്സിമം ജൂനിയർ ഡോക്ടേഴ്സിനെ കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ മാസത്തിലൊരിക്കൽ ഈ ജൂനിയർ ഡോക്ടേഴ്സിന് വേണ്ടി മാത്രം ഒരു പ്രോഗ്രാം വെക്കാം. ഓക്കെ. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഹെപ്പറ്റൈറ്റിസ് മംസ് മെയിൻ ഹോസ്പിറ്റലിലൊക്കെ റിപ്പോർട്ടിങ് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ മിക്ക ക്ലിനിക്കുകളും അത് നല്ല റിപ്പോർട്ടിംഗ് ആയിട്ട് ഗവൺമെൻറ്റിൽ പോകുന്നില്ല. മിക്ക മംസ് ആണെങ്കിലും ഹെപ്പറ്റൈറ്റിസ് ആണെങ്കിലും ഒക്കെ നമ്മളൊരു ബേസിലേക്ക് വരുന്നത് ഒരു അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ആ ലെവലിലോട്ട് എത്തുമ്പോൾ കോംപ്ലിക്കേഷൻസിലാണ് വരുന്നത്. പക്ഷെ അത് അണ്ടർ റിപ്പോർട്ടഡ് ആണെന്നാണ് ഞാൻ 1-2 പേരോടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. കാരണം അവരാരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അത് ബേസിക്കലി ചെറിയ ക്ലിനിക്കുകൾ. അപ്പോൾ അത് റിപ്പോർട്ടിംഗ് സിസ്റ്റം ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഗവൺമെൻറ് കൊണ്ടുവരണം. ഗവൺമെൻറ്റിന് അത് ശ്രദ്ധയിൽ കൊടുക്കണം. അത് ക്ലിനിക്കുകളിലെ ശരിക്കും അങ്ങനത്തെ അത്തരം രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. നിർബന്ധം നോട്ടിഫൈഡ് ഡിസീസ് ആണ്. അപ്പോൾ അത് ക്ലിനിക്കിൽ ക്ലിനിക്ക് നിലനിൽക്കുന്ന പഞ്ചായത്തുണ്ടല്ലോ, ആ പഞ്ചായത്തിൽ PSC ഉണ്ടാവും. അവിടുത്തെ HIയുടെ നമ്പർ ആ ക്ലിനിക്കിലെ ഡോക്ടർ വാങ്ങി വെക്കുക. എന്നിട്ട് ഈ ആളുടെ അഡ്രസ്സും വാങ്ങി വെച്ചാൽ ഈ HIക്ക് അത് ഫോർവേഡ് ചെയ്താൽ പിന്നെ HI ആ കാര്യം നോക്കിക്കോളും. ഇത് പക്ഷേ എത്രത്തോളം എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ക്ലിനിക്കിലെ
കമ്മ്യൂണിക്കേബിൾ പിക്ചേഴ്സിന് പ്രത്യേക പ്രോട്ടോകോൾ അതല്ല നമുക്ക് ഈ കാര്യത്തിൽ തരാൻ പറ്റും. അതിന്റെ കാരണം അവർക്കൊരു ഇത് കൊടുക്കേണ്ടി വരും. അതായത് ഈ ജൂനിയർ ഡോക്ടേഴ്സിനെ 1 മിനിറ്റ് എന്തുകൊണ്ടാണ് അറിയാത്തത്? നമ്മുടെ മീറ്റിംഗ്സിന് ആരും വരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എത്ര പേരുണ്ട്? അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരോട് തന്നെ ഇത് പറയുന്നുള്ളൂ. അതിന് ഒരു കാര്യമാണ് ഇവിടെ ഈ ക്ലാസ് ഉണ്ടാവുമല്ലോ ജൂനിയർ ഡോക്ടേഴ്സിന് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും. അത് പരമാവധി അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ താഴെ തട്ടിൽ പ്രവർത്തിക്കാം. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ഡോക്ടർമാർക്കാണ് ഗുണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നടത്തിയിട്ടുണ്ട് CME ജൂനിയർ ഡോക്ടേഴ്സിനായിട്ട്. അങ്ങനെ ചെയ്താൽ മതി. ആളില്ലാതെ ആകെ മോശമായി പോയത്. അല്ല അത് നമുക്ക് പറഞ്ഞതുകൊണ്ടാവുമായിരിക്കും. അല്ല മാത്രമല്ല ടോപ്പിക്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിലേ വിവരങ്ങൾ അറിഞ്ഞിരിക്കണമെങ്കിൽ എല്ലാവരും കൊണ്ടുപോകും. അല്ല അതിന്റെ ബേസിക്സ് ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പോഴാണ് ഭയങ്കര സ്പ്രെഡ് ആക്കുന്നത്. ഇതൊക്കെ ലാസ്റ്റിക്കല്ലേ വരുള്ളൂ. ഇപ്പൊ അങ്ങോട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ, അതായത് ക്ലിനിക്കുകളിൽ ഒരു ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇത് റിപ്പോർട്ടിങ് ചെയ്യണം എന്ന് അറിയിക്കണ്ടേ? അത് അറിയിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് നോട്ടിഫയബിൾ ഡിസീസസ് എന്താണെന്നും അത് നോട്ടിഫൈ ചെയ്യണം എന്നുള്ളതും ഡോക്ടർ പ്രാക്ടീസിലേക്ക് ഇറങ്ങുമ്പോൾ അറിഞ്ഞിരിക്കണം. ബേസിക് അതാ ബേസിക് സാധനങ്ങൾ. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജൂനിയർ ഡോക്ടേഴ്സിനെ വിളിച്ചു വെച്ചാൽ നമുക്കൊരു ഓറിയന്റേഷൻ കൊടുക്കാം. ഒരു CME നടത്തി ജനറൽ പ്രാക്ടീഷണേഴ്സ് അവിടെ ടേൺ ഔട്ട് എത്രയുണ്ട്? എല്ലായിടത്തും നമ്മളാണ് 30 പേരുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് എന്തായാലും ഇപ്പൊ സജസ്റ്റഡ് വി വിൽ കോപ്പറേറ്റ് വിത്ത് യു മേക്ക് ഷുവർ ദാറ്റ് യുവർ കൊളീഗ്സ് ആർ അറ്റൻഡിങ്. പിന്നെ എല്ലാ മാസവും സാറേ ജൂനിയർ ഡോക്ടേഴ്സിന് ക്ലാസ് വെച്ചാൽ അതിന് ശരിയായി വരും. എല്ലാ ജീവിയിലും ഒരു 10 or 15 minutes ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് മാറ്റി വെക്കാം. പക്ഷേ മാക്സിമം ആളുകളെ ക്ഷമയിൽ കൊണ്ടുവരണം. അവർ അറിയിക്കണം. നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന് വേണ്ടിയാണ് ആക്ച്വലി IMA ഉള്ളത്. IMA നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് IMA. അപ്പൊ അത് ഒന്ന് ജൂനിയർ ഡോക്ടേഴ്സ് എത്തിക്കണം. കാര്യം നമുക്കിപ്പം 1100 മെമ്പേഴ്സ് ഉണ്ടായിട്ട് ഇത്രയും പേരെ ഉള്ളൂ ഇവിടെ നോമ്പുറെ വെച്ചിട്ടുണ്ടായത്. അതാണ് ഏറ്റവും സങ്കടം. ഞാനത് ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ കഴിഞ്ഞ നമ്മളെ ഒരു PLS SLS പ്രോഗ്രാം ഉണ്ട്. അത് അവർ ഇൻട്രസ്റ്റഡ് ആണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മാക്സിമം ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിലെ അതേപോലെ ബേസിക് എയർവേന്റെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ ഉണ്ടാവുള്ളൂ. 1-2 പ്രാവശ്യം ഇങ്ങനെ വന്നെങ്കിൽ തന്നെ അടുത്ത പ്രാവശ്യം അവർ വരത്തുള്ളൂ. അവർക്ക് യൂസ്ഫുൾ ആണെന്ന് അറിഞ്ഞാൽ അല്ല ഞാൻ അത്ര പോയിട്ട് ഒന്ന് വരുമെന്ന് ചോദിച്ചാൽ ഞാൻ ഓടുന്ന മാതിരി എല്ലാവരും ഓടും. അല്ല ഈ ഏപ്രിൽ ലാസ്റ്റ് സൺഡേ ഉള്ള പ്രോഗ്രാമിന് മാക്സിമം ആളുകൾ വരാം. അത് അവർക്ക് യൂസ്ഫുൾ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എല്ലാ രീതിയിലുള്ള ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യന്റ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ കൊളീഗ്സ്, ഇതെല്ലാം പഠിപ്പിച്ചത് അത് വർക്ക്ഷോപ്പായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്യണം. അതിലും ഞങ്ങൾ 10-15 ഈ പറഞ്ഞ വയസ്സന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ സാർ. അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിൽ മാക്സിമം ആളുകൾ പങ്കെടുപ്പിക്കും. താങ്ക് യു. സെക്രട്ടറി ആ ഒരു ഗൈഡ് ലൈൻ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതിനൊക്കെ ഫോർവേഡ് ചെയ്ത് മാക്സിമം ആൾക്കാർ കൊടുക്കണം. അല്ല ഇപ്പൊ ജൂനിയേഴ്സിന് മാത്രം പറയണ്ട, സീനിയേഴ്സ് എത്ര പേര് വന്നിട്ടുണ്ട് ഇവിടെ? പെരിന്തൽമണ്ണ ഭാഗത്തുള്ള ക്ലിനിക്കുകളെ എണ്ണം സത്യം പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ അത് ഈസി ആക്കാം. അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തൊരു എല്ലാവരും കൂടെ തീരുമാനമെടുക്കുന്ന കാര്യമാണ്. ഈ നമ്മുടെ കളക്ടർ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇട്ടിരുന്നു. അതായത് ഷുഗർ യൂസ് ചെയ്യരുത്, റീയൂസ് ചെയ്യുന്ന എണ്ണ ഉപയോഗിക്കരുത്, പിന്നെന്താ സോൾട്ട് കുറയ്ക്കണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അതിൽ കുറെ ഓപ്പോസിഷൻ വന്നു. അപ്പം കളക്ടർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഡോക്ടേഴ്സിന് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാം. കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, കളക്ടർ നിങ്ങളുടെ ജോലി ഞങ്ങളുടെ ഡീറ്റെയിൽ ഇടപെടലല്ല, നിങ്ങളുടെ ജോലി ഇവിടുത്തെ റവന്യൂ കാര്യങ്ങൾ നോക്കലാണ്. ഞങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ കളക്ടർ ഇടപെടരുത് എന്ന് കളക്ടറോട് പറഞ്ഞുവെന്ന് കളക്ടറിനോട് പറഞ്ഞു. അപ്പം കളക്ടർ പറയുന്നത് April 7th വേൾഡ് ഹെൽത്ത് ഡേ ഒരു സെലിബ്രേഷൻ വെച്ചാൽ അന്ന്
രാഷ്ട്രീയക്കാരൊന്നും വരില്ല. കാര്യം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് രാഷ്ട്രീയക്കാരൊന്നും ഇല്ലാത്തൊരു മീറ്റിംഗിൽ ഡോക്ടർമാരെ മുഴുവൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊപ്പഗണ്ട, ഇത് കാര്യം ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ മലപ്പുറം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ കിഡ്നി രോഗികൾ മലപ്പുറം ജില്ലയിലാണ്. അപ്പൊ ഇത് കുറയ്ക്കാനായി പ്രിവെൻഷന് വേണ്ടി IMA മുന്നോട്ട് നിന്നാൽ അതിനെല്ലാ സപ്പോർട്ടും അവരുടെ ഭാഗത്ത് നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് April 7th ഒരു സൺഡേ ആണ്. അന്ന് ഒരു പ്രോഗ്രാം വെച്ചിട്ട് കളക്ടറേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 10 മണിക്കോ 11 മണിക്കോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണം. നമ്മുടെ ആൾക്കാർ നോമ്പ് കഴിഞ്ഞിട്ടേ പറ്റൂ സാർ. ഓക്കെ, നോമ്പ് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ശരി. അപ്പൊ April 7th നമ്മൾ പ്രത്യേകിച്ച് ഒരു ആഘോഷമില്ല. April 7th വേൾഡ് ഹെൽത്ത് ഡേ. ആ ഫംഗ്ഷൻ അദ്ദേഹത്തെ വിളിച്ചാൽ വരാന്ന് പറഞ്ഞു. വിളിക്കാം കളക്ടറെ. വൈകുന്നേരം പറ്റുമോ? അവിടെ ഞായറാഴ്ച വൈകുന്നേരം അടുത്ത ഇഫ്താർ മീറ്റ്. പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അഗെയിൻ, അത് നമ്മൾ ഓരോ ആളുകളും നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സ് അല്ലാത്ത ആളുകളെ നമ്മുടെ IMAയിലേക്ക് മെമ്പർഷിപ്പ് കൊണ്ടുവരണം. ജലീലിന് ഫോൺ നമ്പർ മാത്രം കൊടുത്താൽ മതി. അവരെ മുത്താണ് നമ്മുടെ മുത്ത്. അത് നിങ്ങളുടെ ഹംബിൾനെസ് കൊണ്ട് പറയാം. യഥാർത്ഥത്തിൽ എന്റെ ഫോർച്യൂണിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിനെയാണ്. ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ പോയി പിടിച്ച് കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് കൊടുത്തേ ഉറങ്ങും അന്ന് ദിവസം. പിന്നെ സായി സ്നേഹദേവിന്റെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു പ്രോഗ്രാം ഈ സൺഡേ 24th മോർണിംഗ് 10 o'clock. അപ്പൊ അതിൽ മാക്സിമം ഡോക്ടർമാർ സഹകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ സ്പെഷ്യൽ അപ്രീസിയേഷൻ ഫോർ വിമാൻ ലീഡേഴ്സ് ഫോർ എ ഫാന്റാസ്റ്റിക് വേൾഡ് വുമൻസ് ഡേ on March 7. It was very nice. We enjoyed it. ഗ്ലോക്കോമ വീക്ക് March 10 തൊട്ട് 16 വരെ നമ്മുടെ ലെസ്റ്റർ ഐ ഹോസ്പിറ്റൽ, MBS മെഡിക്കൽ കോളേജ്, അബേറ്റ് ഹോസ്പിറ്റൽ എല്ലാവരും വളരെ നന്നായിട്ട് ആഘോഷിച്ചു. അഗെയിൻ കൺഗ്രാജുലേഷൻ ആൻഡ് താങ്ക്സ്. ദാറ്റ്സ് ഓൾ. ഇനി നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ വർക്ക്ഷോപ്പ്. മാഡമോ അത് സമന്വയ ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ട് ഫോർ കൾച്ചറൽ അസോസിയേഷൻ. അപ്പൊ നമ്മളൊരു ഫെസ്റ്റ് നടത്തുന്നുണ്ട് പാലക്കാട് 4th and 5th. അപ്പൊ എല്ലാ ഡിസ്ട്രിക്റ്റിലും പിന്നെ ഇവിടുന്ന് നമ്മൾ മാക്സിമം അതിന്റെ ഏതൊക്കെയാണ് ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ മാക്സിമം ഒന്നും പറയാനുള്ളത് അത് ഫീമെയിൽസ് മാത്രമല്ല, മെയിൽ ആൻഡ് ഫീമെയിൽ ഒക്കെയാണ്, എല്ലാവരും ഉണ്ട്. എല്ലാവരും എല്ലാ മെമ്പേഴ്സും. അപ്പൊ മാക്സിമം ആളുകളൊന്ന് എൻറോൾ ചെയ്യണം, അവിടെ രജിസ്റ്റർ ചെയ്യണം. 2 days പ്രോഗ്രാമാണ് പാലക്കാട് വെച്ചിട്ട്. ട്രൈപ്പറ്റ അവിടെ വെച്ചിട്ട് ഹോട്ടൽ ട്രൈപ്പറ്റ വെച്ചിട്ടാണ് 1000 rupees ആണ് എല്ലാവർക്കും എന്താണ് എൻട്രി ഫീസ്. അതെല്ലാവരും ചെയ്യാം. പിന്നെ ഐറ്റംസ് നമ്മൾ 10 ബ്രാഞ്ചസ് ആണ്. അതിൽ ഡിസ്ട്രിക്ട് ലെവലാണ്, 14 ഡിസ്ട്രിക്ട് ഉണ്ട്. അപ്പൊ അതിൽ ഐറ്റംസ് എല്ലാം എത്ര പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 10 ബ്രാഞ്ചിൽ നമ്മൾ അന്വേഷിച്ചിട്ട് എല്ലാവരും കൂടി യോജിച്ചിട്ട് ബെസ്റ്റ് എടുക്കണം. കൂടുതൽ പാർട്ടിസിപ്പൻസിന്റെ നമ്പർ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരു ബെസ്റ്റ് വെക്കേണ്ടി വരും. എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്യേണ്ടി വരും. ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, മെയിൽ ഫീമെയിൽ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് മുന്നിലോട്ട് വരണം. അതിന് ഫീസ് ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറയാം സാർ, നമ്മൾ പേഴ്സണലായിട്ട് നമ്മളെ എൻട്രി മാത്രമേ വരുള്ളൂ. മറ്റേത് ആ ഡിസ്ട്രിക്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു 4-5 ഐറ്റം ഉണ്ട്, നമുക്ക് 30,000 ഉണ്ടെങ്കിൽ അതിന്റെ ഒരു 30 to 50% സ്റ്റേറ്റ് കൊടുക്കാമെന്ന് വരവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഈ ക്വസ്റ്റ്യൻ പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിന് പൈസ ചെലവാക്കണം, പിന്നെ അതിന് പോണേന് വേറെ പൈസ കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അത് ശരിക്ക് ഈ എൻട്രീസ് ഒക്കെ എൻറോൾ ചെയ്യാൻ പറ്റുക കൾച്ചറൽ കോർഡിനേറ്റർക്ക് മാത്രമാണ്. നമ്മുടെ ഇവിടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററിൽ ഡോക്ടർ രമ കൃഷ്ണകുമാറാണ്. പക്ഷെ രമ ഇപ്പോൾ ഫാദറൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിപ്രഷനിലാണ്. അങ്ങനെ ആക്റ്റീവായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പകരമായിട്ട് നമ്മുടെ IMA, നമ്മുടെ നിഷ, ശരണ്യ, സൗമ്യ, റസ്ല, നമ്മുടെ IMAയുടെ സ്വന്തം ആളുകൾ, പ്ലസ് ഞാനത് അനിത ഉണ്ട്, IMAയുടെ സജീവിന്റെ വൈഫ്, അതിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ 10 ബ്രാഞ്ചായിട്ട് സംസാരിച്ചിട്ട് ഒന്നുകിൽ കോമ്പറ്റീഷൻ വേണമെങ്കിൽ ആവാം, അല്ലെങ്കിൽ ബെസ്റ്റ് അവർക്ക് സെലക്ട് ചെയ്യാം.
അപ്പോൾ അത് ചെയ്തിട്ട് നമ്മളൊരു 2-3 വീക്സിൻ്റെ ഉള്ളിൽ അത് പേര് എൻറോൾ ചെയ്യണം. എൻറോൾ ചെയ്യാൻ പറ്റുക കൾച്ചറൽ കോർഡിനേറ്റർക്ക് മാത്രമാണ് ആ പേരൊക്കെ ആ സൈറ്റിൽ എൻറോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മാക്സിമം 1 വേണമെന്നുണ്ട്. കാരണം എന്നെ വിളിച്ചൊരു ചെയർപേഴ്സൺ ആക്കിയതുകൊണ്ട് എൻ്റെ ഈ ഡിസ്ട്രിക്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിന് മാക്സിമം നല്ല എന്താ പറയുക പാർട്ടിസിപ്പേഷൻ വേണം. നമ്മൾ പ്രൈസും മറ്റൊക്കെ നമുക്ക് അടിച്ചു കൊണ്ടുവരണം. അതില് ആക്ച്വലി ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി വിളിച്ചു കൂട്ടും. ഞാൻ സഞ്ജീവനോട് പറഞ്ഞു, ജ്ഞാനവാസനോട് പറഞ്ഞു, എല്ലാവരോടും ഞാൻ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഗ്രൂപ്പിലിട്ടുണ്ട്. അല്ല ജ്ഞാനവാസനോട് പറഞ്ഞു, ജ്ഞാനവാസ മാക്സിമം സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സഭയോടും ഇവിടുത്തെ കാര്യങ്ങളൊന്നും സഭ ചെയ്യും. അതാണ് പറഞ്ഞത്, ഓൺലൈൻ മീറ്റിംഗ്. അല്ല അങ്ങനെയാണ് അനിതോട് സംസാരിച്ച് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നമ്മുടെ ബ്രാഞ്ച് നമ്മുടെ ബ്രാഞ്ചിന്റെ പേഴ്സണൽ ബ്രാഞ്ചിന്റെ ഒരാളുകളും ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന വെച്ചിട്ടാണ് അനിതോട് തന്നെ പറഞ്ഞത്. ഇവർ മാക്സിമം സപ്പോർട്ട് ചെയ്യും, ബാക്കി എല്ലാവരും ചെയ്യും. രമ എൻറോൾ ചെയ്യുമ്പോൾ രമ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രമയ്ക്ക് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ള അപ്പൊ അങ്ങനെ ഞാനത് ചെയ്തിട്ടുണ്ട്. ആളുകളിലെ ഒരു 1-2 ജെൻസിനെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതാണ് പറയുന്നത്. നമ്മുടെ പിള്ളേർ